ഇത് കുറെ അമ്മച്ചിമാര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഇന്നും ഞാൻ എന്താ വെളിയിൽ നിന്ന് ഇപ്പം അപ്പുറത്ത് വീട്ടിലേക്ക് പാസ് ചെയ്ത് എങ്കിലും എന്നോട് പറ. അപ്പൊ എന്റെ കൂട്ടുകാരെ എന്നെ ഒരു നോട്ട്, ഞാൻ എന്തോ പറയാനാടാ. അതാ പറഞ്ഞ ആദ്യമൊക്കെ ഈ ഡയലോഗ് കേൾക്കുമ്പോൾ നമുക്ക് സിനിമയൊക്കെ ആയിരുന്നു ഓർമ്മ വരുന്നത്. ഈ സാബു ചേട്ടൻ ഇപ്പൊ ഒരു പരിപാടി ഒരു പ്രോഗ്രാമും കൊണ്ട് വന്നു എങ്കിലും എന്നോട് പറ. ഇപ്പൊ പ്രോഗ്രാമിന്റെ പിന്നെ പിന്നെ നമ്മൾ ആ ഒരു ഡയലോഗിൽ തന്നെ വരുന്നു. പക്ഷെ ഭയങ്കര രസമുള്ളൊരു പേരല്ലേ, രസമുള്ളൊരു പേര്. കാരണം മനുഷ്യർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. എങ്കിലേ എന്നോട് പറ എന്ന്. എനിക്ക് തോന്നുന്നു ഏത് പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാലും ആ പ്രോഗ്രാമിന്റെ ടൈറ്റിലും കൊണ്ട് പോകുന്ന ഒരു ആളാണ് സാബു ചേട്ടൻ. തരികിട സാബു, അല്ലെങ്കിൽ ബിഗ് ബോസ് സാബു, പിന്നെ ബമ്പർ ചിരി സാബു, അങ്ങനെ എല്ലാ പ്രോഗ്രാമിനും ആ ഒരു പേരുണ്ട്. ഇപ്പം വേറൊരു പ്രോഗ്രാമായിട്ട് എങ്കിലും എന്നോട് പറ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ടൈറ്റിലും വന്നിരിക്കുന്നു. അപ്പം ഈ ഒരു പ്രോഗ്രാം എങ്ങനെയാണ്? ഇത് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു ഗെയിം ഷോ ആണ്. അല്ലാതെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള റിയാലിറ്റി ഷോ, ഒരു കോമ്പറ്റീഷൻ അങ്ങനെയൊന്നുമല്ല. പിന്നെ ഇതിനകത്തൊരു ക്യാച്ച് പോയിന്റ് എന്ന് പറഞ്ഞ് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമുക്ക് കുറേ ഇൻഫർമേഷൻസ് ആൾക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതൊരു പാർട്ടിലേ ഉള്ളൂ കേട്ടോ. ബാക്കി രണ്ട് സാധനവും ലോക അലം ബ്രൗൺസ് ആണ്. പക്ഷെ അത് കുറേ ടെൻസ്ഡ് ഒക്കെ ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന, എനിക്ക് തോന്നുന്നു ഭയങ്കര റിലാക്സ് ആയിട്ട് കാണാൻ പറ്റുന്നൊരു ഷോ ആണ്. കാര്യം റിയാലിറ്റി ഷോ ആണെങ്കിലും ഭയങ്കര ടെൻഷനൊക്കെ ഉള്ളൊരു സ്ഥലമാണല്ലോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത ഒരു വെരി നോർമൽ ആയിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഷോ ആണ്. ഇപ്പൊ പറഞ്ഞപ്പോഴാണെങ്കിലും അതായത് ഇപ്പം പണ്ടത്തെ സാബു ചേട്ടൻ, അതായത് ഇപ്പൊ സീരിയസ്, അതായത് ഇപ്പൊ ജഡ്ജായിട്ട് വന്നപ്പോൾ മിടുക്കി പ്രോഗ്രാമിലാണെങ്കിലും സീരിയസ് ഒരാള്. ഞാൻ ജഡ്ജൊന്നുമല്ല, ഞാൻ ജഡ്ജായിട്ടൊന്നും അല്ല അതിനകത്ത് വന്നത്. മിടുക്കി എന്ന് പറയുന്ന ഷോയ്ക്കകത്ത് എന്നെ വിളിച്ചത് സതീഷ് കുമാർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ വേറൊരു ചാനലിൻ്റെ ചീഫാണ്. അപ്പോൾ ഞങ്ങൾ മീൻസ് പുള്ളിയാണ് എന്നെ ടെലിവിഷനിൽ കൊണ്ടുവന്നത്. ആ ദുഷ്ട മഹാഭാവിയാണ് എന്നെ വലിച്ച് ടി വിക്കകത്തിട്ടത്. കാരണം ഞാൻ കോളേജിൽ മര്യാദയ്ക്ക് പഠിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന, അലമ്പി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. എന്നെ ടെലിവിഷനിൽ കൊണ്ടിട്ടത് ആ മനുഷ്യനാണ്, മനസ്സിലായി, BG സതീഷ് കുമാർ. പുള്ളിയുടെ കോൺസെപ്റ്റാണ് ഈ ക്യാൻഡിഡ് ക്യാമറ ഷോ, തരികിട എന്ന് പറഞ്ഞിട്ട്. ദാറ്റ് ഹാപ്പൻഡ് ഒരു 24 വർഷം മുമ്പാണ് അത് സംഭവിക്കുന്നത്. എനിക്കിപ്പോൾ 21 വയസ്സേ ഉള്ളൂ. പക്ഷെ അത് വിട്. പുള്ളിയാണ് എന്നെ ഇതിലേക്ക്, ഈ മിടുക്കി എന്ന് പറയുന്നതിലേക്ക് വന്നത്. അപ്പോൾ എന്നോട് പറയുന്നത് റോസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് കണ്ടസ്റ്റൻസിന്. അതായത് ഓൾമോസ്റ്റ് ഫൈനലിസ്റ്റുകളാണ് അവർ. അപ്പോൾ അവരെ റോസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ജോലി. ആ ജോലി വളരെ ഭംഗിയായിട്ട് ഞാൻ നിർവഹിച്ചു എന്നാണ് എൻ്റെ വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു. പക്ഷെ അതിന് താഴെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന തെറികളെന്ന് പറയുന്നത്, ഇവൻ ആരാണ് ഇത് ചോദിക്കാൻ എന്നുള്ളത്. കാരണം ആ ബുദ്ധിയില്ലാത്ത മനുഷ്യർക്ക് റോസ്റ്റിംഗ് എന്താണെന്ന് അറിയില്ല. കാര്യം അവരുടെ ലോകം ഭയങ്കര ചെറുതാണ്, മനസ്സിലായ. കാരണം ദേ ആർ വെരി, എന്താ പറയുന്നത്, ഭയങ്കര വിവരമില്ലാത്ത, സ്കൂളിലൊന്നും പോകാത്തൊക്കെ മനുഷ്യരായിരിക്കും ഇവർ. അല്ലെങ്കിൽ ടെലിവിഷൻ്റെ ട്രെൻഡിങ്ങോ ഇപ്പം ന്യൂ എറയ്ക്കകത്തുള്ള സോഷ്യൽ മീഡിയ റെവല്യൂഷൻസോ ഒന്നും അറിയാത്ത കുറേ ഈ സബ്സ്റ്റാൻഡേർഡ് മനുഷ്യരുണ്ടല്ലോ, നിലവാരമില്ലാത്ത. അവർ നോക്കുമ്പോഴത്തേക്ക് ആ കൊച്ചിനോട് ഇവൻ ആരാണ് ഇത് ചോദിക്കാൻ, ഇങ്ങനെയൊക്കെ. കാരണം ഈ ഷോയുടെ കോൺസെപ്റ്റ് മനസ്സിലാക്കാനുള്ള ബ്രെയിൻ ഇല്ല അവർക്ക്. അപ്പോൾ ഈ കോൺസെപ്റ്റ് ആദ്യമായിട്ട് പറഞ്ഞ സമയത്ത് അത് റോസ്റ്റ് ചെയ്യണം, ഇങ്ങനെ ചൊറിയണം, ആദ്യത്തെ ഒരു പ്രോഗ്രാം അങ്ങനെ ആയിരുന്നല്ലോ. അപ്പം സാബു ചേട്ടൻ അപ്പോൾ സ്കൂളിലൊക്കെ അല്ലെങ്കിൽ കോളേജിലൊക്കെ ഇങ്ങനെ ഒരു സ്വഭാവമുള്ള ആളായിരുന്നോ? ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഉണ്ടായിരുന്നോ? എൻ്റെ ബ്ലഡിലുള്ള സാധനമാണ് ഇത്. അത് ഈ മിടുക്കിയുടെ ഷോ കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട്സ് എന്നെ വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞാൽ, എടാ നിനക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള സാധനം നിനക്ക് അങ്ങോട്ട് പൈസ തന്ന് ചെയ്യിപ്പിക്കുവാടാ ഈ ചാനൽ. പറഞ്ഞാൽ അതേ കളിയാ.